കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി. ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്നില്ല എല്ലായ്പ്പോഴും. പക്ഷേ വരുന്ന ഓരോ അനുഭവവും നമ്മെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടിയുള്ളതാണ്. സന്തോഷത്തിന് നന്ദി പറയുക, ദുഃഖം വരുമ്പോൾ ക്ഷമയോടെ നേരിടുക, പ്രതിസന്ധികളിൽ വിശ്വാസം കൈവിടാതിരിക്കുക. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തേനീച്ച കൃഷിയിൽ ക്ഷാമകാലത്തിന്റെ സമയം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ. വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് കൃഷിച്ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ. മഴക്കാലം രോഗകാലം കൂടിയാണ് എന്നറിയാമല്ലോ. പലതരത്തിലുള്ള പനികൾ പടർന്നു പിടിക്കുന്ന കാലമാണിത്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ പനികൾ നമ്മുടെ ആരോഗ്യത്തെ വല്ലാതെ തകർത്തുകളയും. അതിനാൽ കൊതുക് നിവാരണം, പരിസര മലിനീകരണം തടയൽ തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തണം. മനുഷ്യർക്ക് മാത്രമാണോ രോഗങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? അല്ല, മൃഗങ്ങൾക്കും ചെടികൾക്കും എല്ലാം രോഗം വരാറുണ്ട്. അവയ്ക്കും രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. അഥവാ രോഗം വന്നാൽ ശരിയായ ചികിത്സ നൽകുകയും വേണം. നമുക്കിന്ന് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ചിത്ര ബി നായരാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഡോക്ടർ ചിത്ര, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. തെങ്ങ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാന വിളയാണ്. എല്ലാ വിളകളെ മാതിരി തെങ്ങിനെയും നിരവധി രോഗങ്ങൾ ബാധിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പം പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും ഒരുപാട് കുമിൾ രോഗങ്ങൾ തെങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഒന്ന് കൂമ്പുചീയലാണ്, മറ്റൊന്ന് മഹാളി രോഗം, പിന്നെ ഓലചീയൽ രോഗം, ചെന്നീരൊലിപ്പ്, തഞ്ചാവൂർ വാട്ടം, പിന്നെ ഗ്രേ ബ്ലൈറ്റ് എന്ന് പറയുന്ന ഇലപ്പുള്ളി രോഗമുണ്ട്. അതുപോലെ തന്നെ കാറ്റുവീഴ്ച രോഗം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രോഗം. അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം കൂമ്പുചീയലിനെ കുറിച്ച്. കൂമ്പുചീയലും മഹാളി രോഗവും രണ്ടും ഒരേ രോഗഹേതുവാണ്. അതിന് കാരണം ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന കുമിളാണ്. അപ്പം ഞാനത് പറയാൻ കാരണം ഈ രണ്ട് രോഗങ്ങളും മഴക്കാലത്തുണ്ടാവുന്ന രോഗങ്ങളാണ്. അതായത് ഈ ഫൈറ്റോഫ്തോറ കുമിള് കൂടിയ ആർദ്രതയും അതുപോലെ തന്നെ കുറഞ്ഞ താപനിലയിലുമാണ് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ഒരു കാലാവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ മഴക്കാലത്തിന് മുന്നേ തന്നെ ഇതിനെതിരെയുള്ള സംരക്ഷണം കൊടുക്കാനായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ എടുത്തിരിക്കണം. നാമ്പിനെയാണ് ഇത് ബാധിക്കുന്നത്, കൂമ്പുചീയൽ രോഗം എന്ന് പറയുന്നത്. മുകുളം പോയി കഴിഞ്ഞാൽ ആ തെങ്ങ് നശിച്ചു പോവും, നമുക്ക് പിന്നെ ആ തെങ്ങിനെ തിരിച്ച് കിട്ടത്തില്ല. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ലക്ഷണം
കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ തെങ്ങിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയില്ല. ലക്ഷണങ്ങളെ തീർച്ചയായും ലക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ കുഞ്ഞു തൈകളിലൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് കൂമ്പോലെ മഞ്ഞ നിറം ആകുകയും നമ്മൾ പതുക്കെ അതിനെ ഒന്ന് ഊരി നോക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ അത് ഊരി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലകളുടെ കടഭാഗവും അതുപോലെ തന്നെ മണ്ടയിലെ മൃദുകോശങ്ങളും അഴുകി അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് അത് വരുന്നതാണ്. ഇത് കൂടാതെ ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പിന്നെ ഈ അഴുകൽ ക്രമേണ ഉള്ളിലേക്ക് വ്യാപിക്കുകയും മണ്ടയിലെ കോശങ്ങൾ അഴുകി തെങ്ങ് നശിക്കുകയും ചെയ്യുന്നു. വലിയ തെങ്ങുകളിലാണെങ്കിൽ ഈ നാമ്പോല മഞ്ഞളിക്കും, പക്ഷെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണിത്. നമുക്ക് 2 മഴക്കാലങ്ങളാണുള്ളത് അല്ലേ. അപ്പൊ അതിന് തൊട്ട് മുമ്പേ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും കുമിൾനാശിനി പ്രയോഗം കൊടുത്തേ മതിയാകും. അത് എവിടെ കൊടുക്കണം? ആ മണ്ടഭാഗത്ത് തന്നെ കൊടുക്കണം. ഓലയിലും തളിക്കാം, നമുക്ക് കവർ ചെയ്യാം. പക്ഷെ പ്രധാനമായിട്ടും എന്താണ്, ആ ഒരു നാമ്പോല വരുന്നതും അതിന് ചുറ്റുവട്ടത്തുള്ള 2-3 ഓലകളിലും ഒക്കെ നന്നായിട്ട് തന്നെ ഈ കുമിൾനാശിനി പ്രയോഗം നടത്തേണ്ടതാണ്. രോഗം വന്ന ഒരു തെങ്ങാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് രോഗം ബാധിച്ചതിനെല്ലാം നീക്കം ചെയ്ത് അതിനെ കത്തിച്ച് കളയുക, അവിടെ ഇട്ടേക്കരുത്. അപ്പൊ നമ്മൾ അവിടെ ഒരു മുറിവുണ്ടാക്കി കഴിഞ്ഞല്ലോ, അപ്പൊ നമ്മൾ എന്താണ്, ഒരു ഓയിൻമെന്റ് പുരട്ടുന്നത് പോലെ നമ്മളൊരു ബോഡോ കുഴമ്പ് തേച്ച് കൊടുക്കുക. പിന്നെ മഴക്കാലത്താണെന്ന് ഞാൻ പറഞ്ഞു ഈ അസുഖം വരുന്നത്. അപ്പോൾ നിങ്ങൾ മഴക്കാലത്തായിരിക്കും ലക്ഷണം കാണുന്നത്. അപ്പോൾ ഈ മഴ നനയാത്ത രീതിയിൽ നമ്മൾ ഈ ബോഡോ കുഴമ്പ് പുരട്ടിയ ഭാഗത്ത് എന്തെങ്കിലും ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ കലം കമഴ്ത്തി വെക്കുകയോ എന്തെങ്കിലും ചെയ്ത് പുതിയ നാമ്പ് വരുന്നത് വരെ അതിനെ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ ഇത് രോഗം ബാധിച്ച ഒരു തെങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് മറ്റൊരു തെങ്ങുകളിലേക്ക് ഇത് തീർച്ചയായിട്ടും പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം നമുക്ക് എല്ലാ തെങ്ങുകളിലും തളിച്ചു കൊടുക്കുക. എവിടെയാണ് തളിക്കേണ്ടത് ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു. വേറൊരു കാര്യം ചെയ്യാവുന്നത് മാംഗോ സെബ് എന്ന് പറയുന്ന കുമിൾനാശിനി നമുക്ക് വാങ്ങാൻ കിട്ടും. അത് 2 ഗ്രാം സുഷിരമുള്ള സാഷേകളിൽ, കുഞ്ഞു കുഞ്ഞു കവറുകളെയാണ് നമ്മൾ സാഷേസ് എന്ന് പറയുന്നത്. ആ സാഷേകളെ നമ്മൾ നാമ്പോലേക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ അതിനെ കെട്ടിയിടുക. അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇത് ഒലിച്ചിറങ്ങി അവിടെ ഇതിന്റെ ആ ഒരു സംരക്ഷണ വലയം ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജൈവ ബാക്ടീരിയ ഉപയോഗിക്കാവുന്നതാണ്. അതാണ് സ്യൂഡോമോണാസ് ഫ്ലോറസൻസ് എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലാ കർഷകർക്കും അറിയാവുന്നതാണ്. അത് നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കുമിൾനാശിനിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ കൊമ്പൻ ചെല്ലികളുടെ നിയന്ത്രണ മാർഗം കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അതിന്റെ ആക്രമണം കാരണം വളരെ വേഗം തന്നെ കുമിൾ രോഗങ്ങളൊക്കെ വരാവുന്നതാണ്. അതുപോലെ തന്നെ നീർവാച്ച സൗകര്യം ഒരുക്കുകയും വേണം. പിന്നെ മേഡം പറഞ്ഞു ഇതിന്റെ കൂടെ തന്നെ മഹാളി രോഗവും അതെ. ഒരേ രോഗാണുവാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കൂമ്പ് ചെയ്യലാകുമ്പോൾ കൂമ്പിൽ മാത്രമാണ് ആ ഒരു രോഗലക്ഷണങ്ങളും ആക്രമണവും ഒക്കെ ഉണ്ടാവുന്നത്. മഹാളി രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺപൂക്കളും മച്ചിങ്ങയും പൊഴിയുന്നതാണ് അതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ വരുന്നത് മോഡിന്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ, ആ കോശങ്ങളിലാണ് ഉണ്ടാവുന്നത്. തിളച്ച വെള്ളം വീണ പോലുള്ള പാടുകളാണ് ഉണ്ടാവുന്നത്. അവയുടെ പുറത്ത് കുമിളിന്റെ വളർച്ചയും കാണാൻ കഴിയും. അപ്പൊ ഇത് ഒരു ഭാഗത്തായിരിക്കും തുടങ്ങുന്നത്, മോഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. പിന്നെ ഇത് ചുറ്റിനും വരും. അത് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, മോഡിന് ക്ഷതമേൽക്കുന്നത് കൊണ്ട് കൊച്ചിങ്ങയെ അവിടെ പിടിച്ചു നിർത്താൻ കഴിയാതെ കൊച്ചിങ്ങ പൊഴിയും. അതാണ് സംഭവിക്കുന്നത്. നിറയെ കൊച്ചിങ്ങ നമ്മുടെ തെങ്ങിന്റെ ചുവടിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അതിനത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ നനഞ്ഞ പാടിന്റെ പുറത്തായിട്ട് നമുക്ക് കുമിളിന്റെ വളർച്ചയും വെള്ള നിറത്തിലുള്ള കുമിളിന്റെ വളർച്ചയും കാണാൻ കഴിയും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം അത് ഈ ഒരു രോഗമാണെന്നുള്ളത്. ഞാനത് പറയാൻ കാരണം ലാസിയോ ഡിപ്ലോഡിയ എന്ന് പറയുന്ന ഒരു കുമിളും ഇളം കരിക്കിലൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതും ഇതുപോലെ മോഡിന്റെ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. അത് പക്ഷെ നിറവ്യത്യാസം ഉണ്ടാകും. കുറച്ചുകൂടെ ചോക്ലേറ്റ് ബ്രൗൺ നിറത്തിലുള്ളതാണ് ലാസിയോ ഡിപ്ലോഡിയ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ. പിന്നെ അതിലാണെങ്കിൽ കറുത്ത നിറത്തിലുള്ള സ്പോറുകൾ ഉണ്ടാവും. അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അപ്പം തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു കറുപ്പ് നിറം ഉണ്ടാവും. ഏതായാലും നമ്മൾ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് അടങ്ങിയ കുമിൾനാശിനി നമ്മളൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെങ്ങിന്റെ മണ്ടയിൽ തളിച്ചു കൊടുക്കണം. ഇത് റിപ്പീറ്റ് ചെയ്യുകയും വേണം. ഒരു 40 ദിവസം കൂടുമ്പോഴത്തേക്ക് ഒരു 2 തവണയെങ്കിലും നമ്മൾ ആവർത്തിക്കണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഓല ചെയ്യലാണല്ലോ. അതെ, ഇതും അതേമാതിരിയുള്ള ഒരു പ്രാധാന്യമുള്ള രോഗമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ കാറ്റ് വീഴ്ച രോഗവും ഓല ചെയ്യൽ രോഗവും ഏകദേശം എല്ലാ തെങ്ങുകളിലും ഒരുമിച്ച് കാണാറുണ്ട്. ഇവിടെയും കൂമ്പോലയിലാണ്
ആക്രമണം ഉണ്ടാവുന്നത്. വിരിയുന്നതിന് മുന്നേ തന്നെ ആ കൂമ്പോലയിൽ തവിട്ട് നിറത്തിൽ വെള്ളം നനഞ്ഞതുപോലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ട് അവിടെ ചീയൽ ബാധിക്കുന്നു. അപ്പൊ ഇത് പ്രധാനമായിട്ടും തണ്ടിനോട് ചേർന്ന ഭാഗത്തല്ല, അകലെയുള്ള ഭാഗങ്ങളിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ക്രമേണ ഈ പാടുകൾ വലുതായി ഒന്നിച്ചു ചേർന്ന് ഓലകൾ വിരിയുമ്പോൾ ചീഞ്ഞ ഭാഗങ്ങൾ ഉണങ്ങി കാറ്റിൽ പറന്നു പോവുകയും ഈർക്കിലി മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൽ വിഷറി പോലുള്ള ഇലകളായിരിക്കും. ചെറിയ തൈകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഓല വിരിയത്ത് പോലുമില്ല. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് രോഗം ബാധിച്ച ഇത്തരത്തിലുള്ള ഓലകളെല്ലാം തന്നെ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ മുറിച്ചു മാറ്റി കത്തിച്ച് കളയുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 300 ml കുമിൾനാശിനി നമ്മൾ കൂമ്പോലകളിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഹെക്സാകൊണാസോൾ 5EC അത് നമ്മളൊരു 2 മില്ലി 300 ml വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എവിടെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്? നാമ്പോലയിൽ അതിന് ചുറ്റും. പിന്നെ ഇതല്ലെങ്കിൽ നമുക്ക് മാംഗോസെബ് എന്ന് പറയുന്ന കുമിൾനാശിനി ഉപയോഗിക്കാം. അവിടെ നമ്മൾ 3 ഗ്രാമാണ് 300 ml വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന സ്റ്റെം ബ്ലീഡിംഗ് അല്ലേ? അതെ, ചെന്നീരൊലിപ്പ് എന്നാണ് പറയുന്നത്. ജൂലൈ മുതൽ നവംബർ വരെയാണ് ഈ രോഗം വേഗം പുരോഗമിക്കാൻ കാരണമാകുന്നത്. ഇതും ഒരു കുമിൾ രോഗം തന്നെയാണ്. പിന്നെ കടുത്ത വേനലിന് ശേഷം വരുന്ന കനത്ത മഴയും അതുപോലെ തന്നെ വെള്ളക്കെട്ടും പോഷകമൂലകങ്ങളുടെ കുറവും കൂടുതൽ പുളിരസവും ഒക്കെയാണ് ഈ രോഗത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ തെങ്ങിൻ തടിയിൽ വിള്ളലുകൾ ഉണ്ടാവുമല്ലോ. ഇത് വളരുന്നതിനനുസരിച്ച് നമ്മൾ ഗ്രോത്ത് ക്രാക്സ് എന്ന് പറയും, വിള്ളലുകൾ. ആ വിള്ളലുകളിലൂടെ ചുവപ്പ് കലർന്ന തവിട്ട് ദ്രാവകം ഒലിച്ചു വരുന്നതും നീരൊലിക്കുന്ന പാടുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് തെങ്ങിൻ്റെ തടിയിൽ അതിൻ്റെ അടിവശം മുതൽ മേളിലോട്ട് ഏകദേശം മണ്ടഭാഗം വരെയും ഈ നനഞ്ഞ പാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവ തമ്മിൽ ചേർന്ന് വലിയ വലിയ പാടുകൾ ഉണ്ടാകാം. പിന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് ഈ നീരൊലിക്കുന്ന ഈ ഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഈ പാടുകളുടെ അടിവശത്ത് അഴുകൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. രോഗം തീവ്രമാകുമ്പോൾ പുതുതായിട്ട് വരുന്ന ഓലകളുടെ വലിപ്പം കുറയുകയും തുടർന്ന് മണ്ടയുടെ വലിപ്പം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മച്ചിങ്ങ പൊഴിച്ചിൽ ഉണ്ടാകുന്നു. വിളവിനെ ഇത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇതിന്റെ ഒരു നിയന്ത്രണ മാർഗം എങ്ങനെയായിരിക്കും? തടിയിലാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ആ ഭാഗങ്ങൾ ചുരണ്ടി മാറ്റുക, എന്നിട്ട് അതെടുത്ത് കത്തിച്ച് കളയണം. അതെപ്പോഴും ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് വളരെ പ്രധാനമാണ്. അല്ലാതെ നമ്മൾ ചുരണ്ടി അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നയിക്കും. പിന്നെ നമ്മൾ അവിടെ ബോഡോ കുഴമ്പ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് കോൾട്ടാറ്, അതായത് വെള്ളം ഉള്ളിലോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി അവിടെ കോൾട്ടാറ് നമുക്ക് പുരട്ടി കൊടുക്കേണ്ടതാണ്. മണ്ണിലാണ് ഇത് രോഗമാണോ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് 5 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് തെങ്ങ് ഒന്നിനെന്ന രീതിയിൽ നമ്മൾ ശുപാർശ ചെയ്യുന്ന തന്നെയാണ് വേപ്പിൻ പിണ്ണാക്ക്. വേണമെങ്കിൽ ട്രൈക്കോഡെർമയും കൂടെ 100 ഗ്രാം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അതിൽ നിന്ന് ഇൻഫെക്ഷൻ വന്ന ഒരു തെങ്ങ് നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതിലേക്ക് പോവുക? നമ്മൾ കുമിൾനാശിനി അപ്ലൈ ചെയ്യുന്നതിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ആ കുമിൾനാശിനി എന്ന് പറഞ്ഞാൽ ഹെക്സാകൊണാസോൾ നേരത്തെ പറഞ്ഞില്ലേ 5EC, അത് നമ്മൾ 25 മില്ലി-ലിറ്റർ 25 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് 4 മാസത്തിലൊരിക്കൽ നമ്മൾ തടത്തിൽ മണ്ണ് കുതിരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. പുളിരസം കൂടുമ്പോൾ ഇത് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അതിന് പ്രതിവിധിയായിട്ട് കൃത്യമായിട്ട് നമ്മൾ കുമ്മായം ചേർത്തിരിക്കണം. അത് ഈ രോഗത്തിന് മാത്രമല്ല, കുറേ രോഗങ്ങൾക്കും അതുപോലെ തന്നെ തെങ്ങിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ അത് വളരെ പ്രധാനമാണ്. പിന്നെ തഞ്ചാവൂർ വാട്ടം എല്ലാവർക്കും സുപരിചിതം തന്നെയാണ്. അതെ, നമുക്ക് തെങ്ങിൻ്റെ തടിയിൽ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്. വയസ്സെത്തിയ തെങ്ങുകളിലാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഗാനോഡെർമ വാട്ടം എന്നും പറയും. ഗാനോഡെർമ എന്ന് പറയുന്ന കുമിളാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇത് മണ്ണിലൂടെ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതാണ്. വേരുകൾ തമ്മിൽ തട്ടുമ്പോഴത്തേക്കും അതിലൂടെ അത് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ നമ്മുടെ തെങ്ങിലേക്ക് അത് ഇൻഫെക്ഷൻ വരാം. ഇത് ശരിക്കും ആദ്യ ലക്ഷണങ്ങൾ കാണുന്നത് തടിയുടെ കടഭാഗം അഴുകുന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. വേരുമൊക്കെ അഴുകും. മേളിലോട്ടുള്ള ലക്ഷണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊലി വേഗം പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം. അത് പാളികളായിട്ട് ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് കാണാം. പിന്നെ ഉള്ളിലുള്ള കോശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിറവ്യത്യാസം ഉണ്ടാവും. ഒരു മഞ്ഞ നിറമൊക്കെ ആയിരിക്കും. അഴുകലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിറവ്യത്യാസം ഉണ്ടാകുന്നത്. കടഭാഗത്ത് നിന്ന് ചെറിയ തോതിലുള്ള ദ്രാവകം ഒഴുകി വരുന്നതായിട്ട് കാണാം. ആ ഭാഗങ്ങൾ തൊടുമ്പോൾ മൃദുവായിരിക്കും. ചിലപ്പോൾ ചുവട് വീക്കം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഈ ഫ്രൂട്ടിംഗ് ബോഡി വരുന്നത്. പിന്നെ ചെന്നീരൊലിപ്പിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നീരൊലിപ്പിലെ ചെന്നീരൊലിക്കുന്ന പാടുകൾ അങ്ങ് മണ്ട ഭാഗത്ത് വരെ പോകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ ഗാനോഡെർമ വാട്ടം കാരണമുള്ള പാടുകൾ ഒരു 1 മീറ്റർ പൊക്കം വരെ അത് പോകത്തുള്ളൂ. പിന്നെ ഇനി മണ്ടഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
പ്രായം ചെന്ന ഓലകളെല്ലാം ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. പൊഴിഞ്ഞു പോകത്തില്ല, ഒടിഞ്ഞു തൂങ്ങി തെങ്ങിൽ തന്നെ നിൽക്കും. അപ്പോൾ ഒരു പാവാടയുടെ ആകൃതിയിൽ ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് മണ്ടഭാഗത്തുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് വേണം? രോഗം ബാധിച്ച തെങ്ങിനെ ആരോഗ്യമുള്ള തെങ്ങുകളിൽ നിന്നും വേർതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിന് ചുറ്റിനും ഒരു കിടങ്ങ് നമ്മൾ ഉണ്ടാക്കണം. തടത്തിന് ചുറ്റുമായിട്ട് ഒരു 1.5 മീറ്റർ അകലത്തിൽ ഒരു 1/2 മീറ്റർ വീതിയും 1 മീറ്റർ ആഴവുമുള്ള കിടങ്ങുകളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ജലസേചനം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കിടങ്ങ് ചെയ്യുമ്പോഴത്തേക്കും ആ വെള്ളം ഇങ്ങോട്ട് വരത്തില്ല, അല്ലെങ്കിൽ ആ വെള്ളവും മണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്, സ്പോറുകൾ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് ഒന്നിന് 50 കിലോഗ്രാം ജൈവവളം, 5 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് നൽകേണ്ടതാണ്. പിന്നെ രാസവളത്തോത് 4-1 കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ തെങ്ങിന്റെ തടത്തിൽ 4 മാസത്തിലൊരിക്കൽ കോപ്പർ അടങ്ങിയ കുമിൾനാശിനി 40 ലിറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതൊരു 15 സെന്റിമീറ്റർ ആഴത്തിൽ നമ്മൾ അത് നനയണം. കോപ്പർ അടങ്ങിയ കുമിൾനാശിനിക്ക് പകരം നമുക്ക് ഹെക്സാകൊണാസോൾ 5EC ഒരു 40 ml 40 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് തടത്തിൽ നനയ്ക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒരു പ്രധാനമായ രോഗം നമ്മൾ വിട്ടുപോയത് ലാസ്റ്റിൽ വേണ്ടി വെച്ചിരുന്നതായിരുന്നു. കാറ്റുവീഴ്ച എന്തായാലും കർഷകർക്കൊരു വലിയ ലോസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണല്ലോ. അതെ, കാറ്റുവീഴ്ച ഇംഗ്ലീഷിൽ പറയുന്നത് അത് സ്ലോ ഡെബിലിറ്റേറ്റിംഗ് ഡിസീസ് എന്നാണ് പറയുന്നത്. അതായത് പതുക്കെ അത് തെങ്ങിനെ നശിപ്പിക്കത്തുള്ളൂ. അതായത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ശുപാർശ ചെയ്തിട്ടുള്ള എത്ര ജലസേചനം ചെയ്യണം, എത്ര വളം നമ്മൾ കൊടുക്കണം, പിന്നെ മണ്ണിൻ്റെ ആരോഗ്യം നമ്മൾ എങ്ങനെ പരിപാലിക്കണം, ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വലിയ നഷ്ടം വരാത്ത രീതിയിൽ കർഷകർക്ക് കുറേ കാലം നമുക്ക് ഈ തെങ്ങിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും. എന്നാൽ ഒരു 10 തേങ്ങ പോലും തെങ്ങിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മുറിച്ച് മാറ്റുക തന്നെ വേണം. നമ്മളിതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഓലക്കാലുകൾ വാടുന്നതാണ് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. കൂടാതെ ഓലക്കാലുകളിൽ നമുക്ക് മഞ്ഞളിപ്പ് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അരികിനോട് ചേർന്നാണ് മഞ്ഞളിപ്പ്. ആ ഭാഗത്ത് തന്നെ ക്രമേണ നമുക്ക് കരിച്ചിൽ കാണാൻ പറ്റും. ഏകദേശം എല്ലാ ഭാഗങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. കടഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വേര് പടലം ഇത് നശിപ്പിക്കുന്നുണ്ട്. വേരിൻ്റെ അറ്റമൊക്കെ കരിച്ചിലുണ്ടാക്കും, പൂങ്കുലകളുടെ കരിച്ചിലുണ്ടാക്കുന്നുണ്ട്. ഓലകളിൽ ഒരു പ്രത്യേകതരം ലക്ഷണമാണ് ഇത് കാണുന്നത്. വാരിയെല്ലിൻ്റെ ആകൃതിയിൽ ഓലക്കാലുകൾ ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോൾ മേഡം, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എല്ലാ രോഗത്തിനു വേണ്ടിയും ഒരു ഇൻറ്റിഗ്രേറ്റഡ് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലേ? അതെ സാർ, അത് നമുക്ക് പ്രധാനമായിട്ടും തോട്ടത്തിലെ ശുചിത്വം പാലിക്കുക. രോഗങ്ങൾക്ക് മാത്രമല്ല കീടങ്ങൾക്കും അത് നല്ലതാണ്. പിന്നെ കാറ്റുവീഴ്ച രോഗം തീവ്രമായി ബാധിച്ച തെങ്ങുകൾ പിഴുതു മാറ്റി രോഗപ്രതിരോധ ശേഷിയുള്ളവ നട്ടുപിടിപ്പിക്കേണ്ടതാണ്. പിന്നെ ശുപാർശ പ്രകാരമുള്ള കുമ്മായം, ജൈവവളം, രാസവളം, അതുപോലെ മെഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ നമ്മൾ പ്രയോഗിക്കേണ്ടതാണ്. ഓലച്ചിയൽ രോഗം ബാധിച്ച കൂമ്പിന്റെ ഭാഗവും അതിനോട് ചേർന്ന 2 ഓലകളും മുറിച്ചു മാറ്റി കുമിൾനാശിനി ലൈനി ഒഴിക്കുക. പിന്നെ കുമിൾ രോഗങ്ങൾക്കെതിരെ സംരക്ഷണം ലഭിക്കാനായിട്ട് ഒന്നെങ്കിൽ സ്യൂഡോമോണാസ് അല്ലെങ്കിൽ PGPR2 എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും നമുക്ക്. രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് നമ്മൾ മണ്ടയിൽ തളിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ മഴക്കാലത്തിന് മുന്നേ തുടങ്ങേണ്ടതാണ്. 40 ദിവസം ഇടവിട്ട് അത് നമ്മൾ ആവർത്തിക്കുകയും വേണം. നന്നായിട്ട് മണ്ട നനയണം. പിന്നെ കൂമ്പുചീയൽ, ഓലചീയൽ, ചെന്നീരൊലിപ്പ്, തഞ്ചാവൂർ വാട്ടം, വിവിധ കീടങ്ങൾ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്താൻ പതിവായി തോട്ടം സർവേ നടത്തി ആവശ്യമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്. അത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. ഡോക്ടർ ചിത്ര, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ രോഗങ്ങളെക്കുറിച്ച് സംസാരിച്ച് വളരെ നന്ദി. നന്ദി സർ. തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ചിത്ര ബി നായരുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ചിത്ര ബി നായരുടെ ഫോൺ നമ്പർ 9495938704. ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു. പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം. എങ്ങനെ? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ. ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,400 മുതൽ 28,800 രൂപ വരെയാണ് വില. കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും, നാളികേരത്തിന് ഇനമനുസരിച്ച് 22,000 മുതൽ 27,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 70,800 രൂപ വരെയാണ് വില. ഏലത്തിന് കിലോഗ്രാമിന് 3,100 മുതൽ 4,100 രൂപ വരെയും, ചുക്ക് ക്വിന്റലിന് 30,000 രൂപ മുതൽ 32,500 രൂപ വരെയും വിലയുണ്ട്. റബ്ബർ ലോട്ടിന് ക്വിന്റലിന് 23,500 മുതൽ 26,400 രൂപ വരെയാണ് വിവിധ വിപണികളിലെ വില. പൈനാപ്പിളിന് ക്വിന്റലിന് 5,200 മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല കർഷകർക്ക് ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാം. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ഡ്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതി മരങ്ങൾക്ക് ഇലകൊഴിച്ചിൽ, വേരുചീയൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾ ബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം ഒന്നിന് 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്. കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: തേനീച്ച കൃഷിയിൽ ക്ഷാമകാലത്തിന്റെ സമയം ഏതാണ്? ഉത്തരം: കേരളത്തിൽ സാധാരണയായി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് തേനീച്ചകൾക്ക് ഭക്ഷണ ലഭ്യത കുറയുന്നത്. ഈ കാലത്തെയാണ് സാധാരണ ക്ഷാമകാലം എന്ന് പറയുന്നത്. ക്ഷാമകാലത്തെ തേനീച്ച പരിപാലനത്തെക്കുറിച്ച് ഇനി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. തേനീച്ച വളർത്തുന്ന കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ക്ഷാമകാലം. കേരളത്തിൽ സാധാരണയായി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് തേനീച്ചകൾക്ക് ഭക്ഷണ ലഭ്യത കുറയുന്നത്. കനത്ത മഴയും കാറ്റും കാരണം തേനീച്ചകൾക്ക് കൂടിന് പുറത്തേക്കിറങ്ങി ദീർഘനേരം ഭക്ഷണം ശേഖരിക്കാൻ കഴിയാതെ വരുന്നു. അതോടൊപ്പം പുഷ്പിക്കുന്ന സസ്യങ്ങളുടെ എണ്ണവും കുറയുന്നതിനാൽ ഭക്ഷണം ലഭിക്കുന്നത് കുറയുന്നു. ഈ കാലയളവിൽ തേനീച്ചക്കൂടുകളിൽ ആവശ്യത്തിന് തേനും പരാഗവും ശേഖരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വാഭാവിക ഭക്ഷണം അപര്യാപ്തമാണെങ്കിൽ പഞ്ചസാര ലായനി പോലുള്ള
അനുബന്ധ തീറ്റ നൽകാം. മഴക്കാലത്ത് കൂടിനുള്ളിൽ ഈർപ്പം കയറാതിരിക്കാനും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുകൾ നേരിട്ട് മഴ ഏൽക്കാത്തതും വെള്ളം ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള സ്ഥലത്തും സ്ഥാപിക്കണം. അതേസമയം കൂടിനുള്ളിൽ ആവശ്യമായ വായുസഞ്ചാരം ഉറപ്പാക്കുകയും വേണം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം എം നിസാമുദ്ദീൻ. കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.